ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ വെളിച്ചെണ്ണ എടുക്കുന്നതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണക്കൊന്ന് മാറട്ടെ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 5 മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയോടൊപ്പം തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സവാളയൊക്കെ നന്നായി വാടി വരട്ടെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് സവാളയൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏകദേശം 1.5 കിലോ ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1.5 കിലോ വന്നത്. അപ്പൊ 1.5 കിലോ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചേർത്തത്. അപ്പൊ 1.5 കിലോയിൽ കുറവാണെന്നുണ്ടെങ്കിലോ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിലോ ഇതേ അളവിൽ തന്നെ സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ മിനിമം ഇതേമാതിരിയെങ്കിലും വഴറ്റിയെടുക്കണം, എന്നാലേ നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അടുത്തതായി നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, പച്ചമണം മാറുന്നത് വരെ. നമ്മള് പൊടികളെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ വഴറ്റാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഇനി നമ്മൾ ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ചിക്കൻ കഴുകിയെടുത്തത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മള് ആദ്യം മിക്സ് ചെയ്ത് വെച്ച മസാല എല്ലാം പുറത്തേക്ക് തന്നെ വന്നോട്ടെ, എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ മസാല എല്ലാ ഭാഗത്തേക്ക് എത്തിച്ചെടുത്തിരുന്നു നമ്മൾ ചിക്കന്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്ന് നമുക്ക് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം അടച്ചു വെക്കാം. അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിന്റെ ഇടയിൽ 1-2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചിക്കൻ അത്രയ്ക്കൊന്നും നന്നായി വെന്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ചു നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-10 മിനിറ്റോളം നമുക്ക് ഇനി ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ നമ്മൾ പിന്നെ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു 15 മിനിറ്റും ഇപ്പൊ ഒരു 15 മിനിറ്റും ടോട്ടൽ ഒരു അരമണിക്കൂറോളം നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം നന്നായി അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളെ ചിക്കൻ എല്ലാം വേവിച്ചെടുത്തത്. അതിപ്പോ ഓരോരുത്തരുടെ ചിക്കന്റെ വേവ് അനുസരിച്ച് മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 1/4 കപ്പ് കുറുകിയ തേങ്ങാപ്പാലാണ് ഇതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കറിക്ക് കിട്ടുക, നല്ലൊരു തിക്നെസ്സും കിട്ടും നമ്മളെ കറിക്ക്. നമ്മൾ നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അപ്പൊ നമ്മൾ ചിക്കൻ കറി എല്ലാം നമ്മൾ അടച്ച് അവിടെ മാറ്റി ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും അവിടെ ഇരുന്ന് കുറുകിയാലേ നമ്മളെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വരുള്ളൂ. അപ്പൊ നമ്മളെ കറി നല്ലൊരു ടേസ്റ്റ് ആവും. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടട്ടെ.
അപ്പോൾ നമ്മളെ കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചെറുതായി മുറിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഒരു 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില എത്ര ചേർത്താലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റേ ഉണ്ടാവുള്ളൂ കറിക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി തന്നെയാണ്. നമ്മളൊരു അരമണിക്കൂർ ഇത് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അത് അപ്പത്തിന്റെ കൂടെയും പാലപ്പത്തിന്റെ കൂടെയും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, പിള്ളേർക്ക് ഞങ്ങൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ ഈ ചിക്കൻ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടല്ലേ ഉണ്ടാക്കുന്നത്, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാൻ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കനും കൂടെ അടിച്ചാലേ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.